ഒരു അടർന്ന കാട്ടിൽ നടക്കുന്ന കഥയാണിത്. ആ കാട്ടിൽ ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. അവിടെ താമസിച്ചിരുന്ന ഒരു കരടിയും ഒരു ആനയും ഒരു കുരങ്ങനും ഉറ്റ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം കൂട്ടുകാർ കുളിക്കാൻ പോയി. തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് കുരങ്ങന്റെ മേലെയും കരടിയുടെ മേലെയും വെള്ളം തേവി കളിക്കുകയായിരുന്നു ആന. എടാ നിർത്ത്, മതി മതി, എത്ര നേരം കുളിക്കാനാ? അപ്പോൾ ആ കാട്ടിൽ താമസിക്കുന്ന റാണി കുരങ്ങും അവളുടെ കൂട്ടുകാരി ആനയും ആ വഴി കടന്നു പോവുകയായിരുന്നു. രാജകുരങ്ങന് റാണി കുരങ്ങത്തെ കണ്ടപ്പോൾ പ്രണയം തോന്നി. രാജകുരങ്ങൻ, സുന്ദരമായ കാലാവസ്ഥയും ഒരു സുന്ദരി പെണ്ണും. ഇത് കേട്ട കുരങ്ങത്തി, തന്നെ കാലാവസ്ഥയൊക്കെ സുഖം തന്നെ, ഒരു പക്ഷി പറയുന്നു ആർക്കോ ചെരുപ്പടി കിട്ടാൻ പോകുന്നുണ്ടെന്ന്. റാണിയുടെ വാക്കുകൾ കേട്ട് കുരങ്ങന്റെ കൂട്ടുകാർ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. വാക്കുകൊണ്ട് എന്റെ ഹൃദയം പൊട്ടിച്ചു നീ, അതുകൊണ്ട് നിന്നെ തന്നെ ഞാൻ കെട്ടുപടി. പ്രണയം മൂത്താൽ ഏത് കുരങ്ങിനും മച്ചിട്ടും കേട്ടോടി. പ്രണയം മൂത്താലേ ഏത് കുരങ്ങനും മജ്നുവാവും. വാവ് വാവ്, അടിപൊളി തന്നെ. ഇതുപോലത്തെ ഒരു ഡയലോഗ് നമ്മുടെ ലാലേട്ടൻ പോലും പറഞ്ഞിട്ടില്ല. എടാ, നിനക്കൊരു കാര്യം അറിയോ? ഇവളുടെ അമ്മയില്ലേ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവളെ എങ്ങോട്ടും തനിച്ച് അയക്കില്ലത്രേ. എപ്പോഴും അവളുടെ കൂടെ മറ്റേ ആനക്കൂട്ടുകാരി ഉണ്ടാവും, ഓൾ ദ ടൈം. അതൊന്നും ഒരു കാര്യമേ അല്ല. ആദ്യം ഞാൻ അവളുടെ ആനക്കൂട്ടുകാരിയോട് ഫ്രണ്ടാവും, പിന്നെ ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങും. എടാ രാജു, നിന്റെ പ്ലാൻ അടിപൊളി തന്നെ. കണ്ടില്ലേ, പ്രണയം മൂത്താലേ ഏത് കുരങ്ങനും മജ്നുവാവും. പിറ്റേ ദിവസം കൂട്ടുകാർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രോസ്, നിങ്ങൾക്ക് അറിയാമോ എന്റെ കാമുകിയില്ലേ റാണി, അവളുടെ ഫ്രണ്ടില്ലേ ആ ആനപ്പെണ്ണ്, അവൾ എല്ലാ ദിവസവും ആ പുഴയുടെ അടുത്ത് വരുമത്രേ. എന്റെ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് പറഞ്ഞതാ. ഓഹോ, അവൾ എത്ര മണിക്കാ വരിക? ഒറ്റയ്ക്കാണോ പോവാ, അല്ലെങ്കിൽ കൂടെ ആൾക്കാരുണ്ടാവോ? എടേ, നീ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മനസ്സ് ആ കൂട്ടുകാരിയുടെ ഒപ്പം പോയോടേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടുകാർ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി കൂട്ടുകാരി ആന പോകുന്നത് കുരങ്ങൻ കണ്ടു. പെട്ടെന്ന് തന്നെ അവൻ ആ ആനപ്പെണ്ണിന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് അവൻ പറഞ്ഞു, ഹായ്, നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റുമോ? ഓ യെസ്, പറയൂ, എന്താണ് പറയാനുള്ളത്? ആ സമയത്ത് കരടിയും ആനയും അവിടെ എത്തി. പറയാനുള്ളത് ഇതാണ്, ഞങ്ങളുടെ ഫ്രണ്ട് രാജു നിങ്ങളുടെ കൂട്ടുകാരിയെ പ്രേമിക്കുന്നു. എന്റെയോ? ഏത് കൂട്ടുകാരിയാ? റാണി കുരങ്ങത്തി. ഓഹോ, അപ്പോ നിങ്ങളുടെ കൂട്ടുകാരൻ പ്രണയത്തിലാണല്ലേ? പ്രണയം COVID-19 പോലെയാണ്, ആർക്ക് വേണമെങ്കിലും പിടിപെടാം അല്ലേ? ഫോർ എക്സാമ്പിൾ എൻ്റെ ആന ഫ്രണ്ട്, ഇവനും ഒരു പ്രേമരോഗി ആയി കഴിഞ്ഞു. എടാ കരടി, നീ ആവശ്യമില്ല സംസാരിക്കാതെ ഉണ്ടാതിരിക്കും. കുരങ്ങന്റെ കാര്യം പറയാൻ വന്നാ കുരങ്ങന്റെ കാര്യം പറഞ്ഞാൽ മതി. ശരി, ഞാനൊന്നും പറയുന്നില്ല. ഇൻ ഷോർട്ട്, എൻ്റെ ഫ്രണ്ട് കുരങ്ങന് നിങ്ങളുടെ ഫ്രണ്ട് റാണിയോട് പ്രേമം വന്നു. അവന് നിങ്ങളുടെ ഫ്രണ്ട് റാണിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സഹായിക്കണം. ഇത് പറയാനാ ഞാനിവിടെ വന്നത്. നിങ്ങൾ റാണിയോടൊന്ന് ചോദിച്ച് അവളുടെ മനസ്സിലെന്താന്ന് പറയാമോ? ഇത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, അവൾക്കും നിങ്ങളോട് പ്രേമം തന്നെയാ. അതെയോ? സത്യാണ്, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലമോ? എന്ത് പ്രോബ്ലം? ഏത് പ്രോബ്ലം? അതെന്താണെന്ന് വെച്ചാലേ, റാണിയുടെ അമ്മയ്ക്കുണ്ടല്ലോ അവളെ വലിയൊരു കോടീശ്വരനായ ഒരു കുരങ്ങന്റെ വീട്ടിലേക്ക് അയക്കാനാണ് ഇഷ്ടം. നിങ്ങളെ പോലെയുള്ള ഒരു ലോക്കൽ കുരങ്ങന്റെ കൂടെയുള്ള കല്യാണം അവർ സമ്മതിക്കുകയേയില്ല. ഇത് കേട്ട കുരങ്ങൻ, നോ, ഞാൻ വെറും ലോക്കൽ കുരങ്ങനല്ല, എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇൻഫാക്ട് ഭയങ്കര റിച്ച് ആണെന്നേ. ഇത് കേട്ട ആനയും കരടിയും പരസ്പരം നോക്കി. അപ്പോൾ കുരങ്ങൻ, ഞാൻ വിശദീകരിക്കാം. ഇത് കണ്ടില്ലേ, എൻ്റെ 2 സ്ട്രോങ് ആയ ക്ലോസ് ഫ്രണ്ട്സ്. സൗഹൃദം വലിയൊരു തരം തന്നെ അല്ലേ? നിങ്ങളുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പറഞ്ഞ ശേഷം ആനപ്പെണ്ണ് അവിടുന്ന് സ്ഥലം വിട്ടു. ആനപ്പെണ്ണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ആനക്കുട്ടൻ. എനിക്ക് തോന്നുന്നു എനിക്ക് 2 ചേടത്തിമാർ വരുന്നുണ്ടെന്ന്. നടക്കട്ടെ. പിറ്റേ ദിവസം റാണിക്കുരങ്ങും കൂട്ടുകാരി ആനപ്പെണ്ണും കാലുകുരങ്ങനോടൊപ്പം ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയം രാജകുരങ്ങനും കൂട്ടുകാരും ആ വഴി പോകുകയായിരുന്നു. അപ്പോൾ രാജകുരങ്ങൻ റാണിക്കുരങ്ങത്തിയും കൂട്ടുകാരും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് കണ്ടു. എന്റെ കുരങ്ങത്തിയുടെ കൂടെ ഏത് കുരങ്ങനായിരുന്നു സംസാരിക്കുന്നത്? ടു മച്ച്. ഇവനായിരിക്കുമോ ആ പണക്കാര കുരങ്ങൻ?
റാണിയുടെ അമ്മ അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ച കല്യാണ ചെക്കനായിരിക്കും എനിക്ക് തോന്നുന്നത്. വാട്ട് യു തിങ്ക്? എക്സ്ക്യൂസ് മീ, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നിരിക്കുന്നു. ഐ എം സോ സോറി, പക്ഷെ എനിക്ക് പോയേ പറ്റൂ. ഇങ്ങനെ പറഞ്ഞ ശേഷം കാലുകുരങ്ങൻ അവിടെ നിന്നും പോയി. അവൻ പോയത് കണ്ട രാജുകുരങ്ങൻ തന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് റാണി കുരങ്ങത്തിയുടെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് കുരങ്ങൻ മേശയുടെ മേലുണ്ടായിരുന്ന റോസാപ്പൂ എടുത്ത്, എന്റെ പ്രേമ ഭാജനമേ റാണി, നിനക്ക് എന്റെ വധുവാകാൻ പറ്റുവോ? പറയൂ. ഇത് കേട്ട് റാണി നാണിച്ചു മുഖം കുനിച്ചു. സമ്മതമെന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. ഇത് കണ്ട രാജകുരങ്ങൻ ഉത്സാഹഭരിതനായി. രാജു, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ആഗ്രഹം സഫലമാകുമെന്ന് തോന്നുന്നില്ല. കാരണം എന്റെ അമ്മ എനിക്ക് വേണ്ടി ആ കോടീശ്വരനായ കാലുകുരങ്ങനെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അയ്യേ, നീ അതിനൊന്നും കുറിച്ച് ആലോചിക്കണ്ട റാണി. എന്തൊക്കെ ആയാലും നീ എന്റെ വധു മാത്രമാണ്. ഇത് കേട്ട ഉടനെ, ഇത് നീ വിചാരിക്കുന്ന പോലെ എളുപ്പം തീരുന്ന പ്രശ്നമല്ല. നീ സമാധാനമായി ഇരിക്കടോ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നീ ആദ്യം ഒന്ന് നോക്കി കാണ്. ഡോണ്ട് വറി. അതിനുശേഷം രാജകുരങ്ങൻ ഒരു പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അവൻ ഒരു വേലക്കാരൻ കുരങ്ങന്റെ വേഷം ധരിച്ച് റാണിയുടെ വീട്ടിലെത്തി. അവളുടെ വാതിലിൽ മുട്ടി വിളിച്ചു. അപ്പോൾ തന്നെ വാതിൽ തുറന്ന് റാണിയുടെ അമ്മ പുറത്തേക്ക് വന്നു. ആരാണ്? ചേച്ചി, അടുത്ത വീട്ടിലെ അമ്മാവൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്കാരന് ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്റെ പേര് രാജുവാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാ? പിന്നല്ലാതെ ചൈനീസ്, ഇറ്റാലിയൻ, തായ്, മുഗളായി, പഞ്ചാബി, അറബി, സൗത്ത് ഇന്ത്യൻ എല്ലാം ഉണ്ടാക്കാൻ അറിയാം ചേച്ചി. അവന്റെ വാക്കുകൾ കേട്ട് തൃപ്തയായ റാണിയുടെ അമ്മ അവനെ ജോലിയിൽ ചേർത്തു. സമയവും സന്ദർഭവും കിട്ടുമ്പോഴൊക്കെ റാണിയും രാജുവും സമയം കളയാറില്ല. പ്രണയിച്ചുകൊണ്ടേ നടക്കും. ഒരു ദിവസം, എടാ ചക്ക, ഇന്ന് എന്റെ മോളെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടാ. നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കണം, മനസ്സിലായടാ? നോ പ്രോബ്ലം ചേച്ചി. കുറച്ചു കഴിഞ്ഞ ശേഷം റാണിയുടെ ഭാവി വരനും കുടുംബവും അവിടെ എത്തി. അവിടെ വെച്ച് അവരുടെ രണ്ടുപേരുടെയും കല്യാണം അവർ ഉറപ്പിച്ചു. കണ്ടില്ലേ ഇപ്പെന്തായി? നീ വിഷമിക്കാതെടോ, ഞാനില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാതിരിക്കോ? അവളെ ആശ്വസിപ്പിച്ച ശേഷം രാജകുരങ്ങൻ അവന്റെ സുഹൃത്തുക്കളെ തേടി പോയി. അവർ 3 പേരും സംസാരിച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദൂരെ അവർ കാലുകുരങ്ങനും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള പ്രേമസല്ലാപം കണ്ടു നിന്നുപോയി. എടാ, ഇത് റാണിക്ക് ഉറപ്പിച്ച ഭാവി വരനല്ലേ കാലുകുരങ്ങൻ? ഇവൻ എന്തായി കാണിക്കുന്നത്? ആ, ഇത് ശരിയാണല്ലോ. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കല്യാണം ഒരുത്തിയുടെ കൂടെ ഉറപ്പിച്ച ശേഷം കിന്നാരം വേറൊരുത്തിയുടെ കൂടെ. ബ്രോസ്, ഇവനെ പൊളിച്ചിവന്റെ കയ്യിൽ കൊടുക്കണം. കുരങ്ങൻ റാണിയുടെ വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും റാണിയെ ധരിപ്പിച്ചു. ഇത് കേട്ട് ദുഃഖിതയായ റാണി രാജുവിന്റെ തോളിൽ ചാരി കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ എത്തിയ റാണിയുടെ അമ്മ ഈ കാഴ്ച കണ്ട് ദേഷ്യം മൂത്ത് കലി കയറി. ഉടനെ തന്നെ അവൾ രാജകുരങ്ങനെ വീട്ടിൽ നിന്നും പുറത്താക്കി. പിറ്റേ ദിവസം തന്നെ റാണിയുടെ കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചു. പിറ്റേ ദിവസം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി, ഈ കല്യാണം നടത്തരുത്. റാണിയുടെ ജീവിതം കോഞ്ഞാട്ടയായി പോവും. പ്ലീസ്, ഞാൻ പറയുന്നത് കേക്കൂ. നീ വീണ്ടും വന്ന നാണം കിട്ടവനെ, ഇറങ്ങടാ പുറത്ത്. ഇനി ഇവിടെ നിന്ന് കയ്യും കാലും ഓടിച്ചു കളയാൻ. ഞാൻ എങ്ങോട്ടും പോവില്ല ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. റാണിയുടെ അമ്മ കുരങ്ങത്തി രാജുവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ അവിടെ കരടിയും ആനയും കാലുകുരങ്ങന്റെ ഭാര്യയെയും 2 കുട്ടികളെയും കൊണ്ടുവന്നു. അവരെ കണ്ട് കാലുകുരങ്ങൻ ഭയന്ന് വിറച്ചുപോയി. നിർത്തൂ, ഈ കല്യാണം നിർത്തൂ. നിങ്ങളുടെ കല്യാണ ചെറുക്കൻ ഓൾറെഡി ഒരു മാരീഡ് മാനാണ്. ഇവനെല്ലാം പോലീസിൽ പിടിച്ചു കൊടുക്കണം. ഇത് കേട്ട കാലുകുരങ്ങൻ ശരിക്കും വിറയ്ക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണം. റാണിയുടെ സൗന്ദര്യം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്റെ അമ്മേ, ഇനി എന്റെ മോളെ ആര് കെട്ടും? എന്റെ ആറ്റുകാലമ്മേ, എന്തെങ്കിലും വഴി കാണിക്കണേ. വഴിയുണ്ട്. നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാനേ ഈ രാജകുരങ്ങൻ തയ്യാറാണ്. നീ തയ്യാറായിക്കോടാ, പക്ഷെ ഞാൻ എന്റെ മോളെ നിന്നെ പോലെയുള്ള ഒരു തെണ്ടി കൊരങ്ങിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഒട്ടും തയ്യാറല്ലടാ. തെണ്ടി, ഇറങ്ങിക്കോണം അവിടുന്ന്. അമ്മായിയേ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പാവപ്പെട്ട കുരങ്ങനല്ല.
എനിക്ക് 2 സ്ട്രോങ് ഫ്രണ്ട്സ് ഉണ്ട്, കരടിയും ആനയും. അത് മാത്രമല്ല, എന്റെ സത്യസന്ധതയാണ് എന്റെ സമ്പത്ത്. കുരങ്ങന്റെ വാക്കുകൾ കേട്ട് റാണിക്കുരങ്ങിന്റെ അമ്മ കുരങ്ങത്തി ചിന്തിക്കാൻ തുടങ്ങി. ഇവന്റെ കൂടെയുള്ള ജീവിതം എന്റെ മകൾക്ക് സന്തോഷം തരും എന്ന് മനസ്സിലാക്കിയ അവൾ അവരുടെ കല്യാണം നടത്തിക്കൊടുത്തു. എടാ, സമ്മതിച്ചു തന്നിരിക്കുന്നു. പ്രേമം മൂത്താലേ ഏത് കുരങ്ങനും മജ്നുവാന്ന് ഇപ്പൊ മനസ്സിലായി. ഇത് കേട്ട എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. വിവാഹത്തിന് ശേഷം റാണിയും രാജു കുരങ്ങനും സന്തോഷമായി ജീവിതം തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.